ഈ പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷ ശ്രീമതി മിനി, ഡോക്ടർ സുമി, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മാം ശ്രീമതി മിനി, വൈസ് പ്രിൻസിപ്പൽ മാം, ഈ സ്കൂളിലെ ടീച്ചേഴ്സ്, ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന പേരൻസ്, പിന്നെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞങ്ങളൊക്കെ 11th 10th കഴിയുമ്പം ഇങ്ങനെ ഒരു പ്രവേശനോത്സവമൊന്നുമില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾക്കൊരു ഫെസ്റ്റിവൽ പോലെയാണ്. നിങ്ങളെ സ്കൂള് വരവേൽക്കുകയാണ്. കൂടുതൽ പേരും ഈ സ്കൂളിൽ തന്നെ പഠിച്ചവരായിരിക്കും, പുറത്തുനിന്ന് വന്നിട്ടുള്ള കുട്ടികളും ഉണ്ടാവും. എന്താണെങ്കിലും നിങ്ങളെല്ലാവരും 10th എന്ന് പറഞ്ഞൊരു കടമ്പ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി 11th ഞാൻ 11th എനിക്ക് വളരെയധികം കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം കുറച്ച് പേര് സയൻസ് എടുക്കും, കുറച്ച് പേര് ഹ്യൂമാനിറ്റീസ്, കുറച്ച് പേര് കൊമേഴ്സ്. ഇപ്പൊ സയൻസുകാരൊക്കെ വളരെ റോക്ക് സ്റ്റാർസ് ആണ്, അവർ വളരെ നന്നായി പഠിക്കും. കൊമേഴ്സ് ഓക്കെ, ഹ്യൂമാനിറ്റീസ് മൊത്തം പോയി എന്നുള്ളൊരു മട്ടിലാണ് നമ്മൾ സ്കൂളിൽ വരുന്നത്. പക്ഷെ സംഭവം അതൊന്നും അല്ല, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് എടുക്കുന്നതാണ്. ഇനി ആ സമയത്ത് നമുക്കൊന്നും അറിയണ്ടാവില്ല. ചിലപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു സയൻസ് പഠിച്ചിട്ട് നഴ്സിംഗ് പഠിച്ചിട്ട് പുറത്തു പോവാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാം, എഞ്ചിനീയറിംഗ് പഠിക്കാം, മെഡിസിൻ പഠിക്കാം, അതുകൊണ്ട് സയൻസ് എടുക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. നിങ്ങൾ എന്ത് തന്നെ എടുത്താലും, മാം പറഞ്ഞതുപോലെ എന്ത് തന്നെ എടുത്താലും നന്നായി പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അപ്പം എൻ്റെ ഒരു സമയത്ത് ഈ കൺഫ്യൂഷൻ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ സയൻസ് എടുത്തു. ഇനി 11th എടുക്കാൻ പോകുമ്പോൾ ഒരു കൺഫ്യൂഷൻ, ഇനി 12th കഴിയുമ്പോൾ അടുത്ത പ്രശ്നമാണ് എന്ത് കോഴ്സ് എടുക്കും. കുറേ കോഴ്സും നമ്മളും, നാട്ടുകാരൊന്ന് പറയുന്നു, വീട്ടുകാർ വേറെന്ന് പറയുന്നു, ടീച്ചേഴ്സ് വേറെന്ന് പറയുന്നു, ഫ്രണ്ട്സ് വേറെന്ന് പറയുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും എന്തെടുക്കണമെന്ന്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം ഒക്കെ വരും. അവസാനം നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയും ചെയ്യും. എന്തെടുത്താലും ഇപ്പം പണ്ടത്തെ പോലെ അല്ല. അച്ഛനും അമ്മയോട് നിങ്ങൾക്ക് പോയി പറയാം, എന്താണ് എനിക്ക് ഇതാണ് ഇഷ്ടം, ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയാം. ഇനിയിപ്പോ അങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ വേറെയും കോഴ്സുകളുണ്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ITI പോലത്തെ കാര്യങ്ങളുണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പോലെയുള്ള കോഴ്സുകളുണ്ട്. എന്ത് തന്നെ എടുത്താലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായത്. ഞാൻ 12th കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗിന് പോയി. അത് ഞാൻ വൃത്തിയായി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലേസ്മെന്റ് കിട്ടിയത് ഒരു ഇൻഫോസിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. അങ്ങനെ ഞാൻ മംഗലാപുരത്ത് വർക്ക് ചെയ്തു. ആ സമയവും എന്താണ് ശരിക്കും എനിക്ക് ജീവിതത്തിൽ വേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എന്തോ വലുത് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വേറെ ചിന്തയൊന്നും പാടില്ല, എനിക്ക് എന്തോ വലുത് അച്ചീവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നടക്കുക. അങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോൾ മുതൽ തിരയുന്നതാണ്. അങ്ങനെ കുറെ തിരഞ്ഞ് ഉള്ള പരീക്ഷയൊക്കെ എഴുതി, കാറ്റ്, മാറ്റ്, ഗേറ്റ് ഉള്ള പരീക്ഷയൊക്കെ, ഡിഗ്രി പാസ്സായ എഴുതാൻ പറ്റുന്ന ഏകദേശം എല്ലാ പരീക്ഷകളും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എഴുതി അവസാനം ഞാൻ വിചാരിച്ചു ഇനി ഇതൊന്നും അല്ല, ചിലപ്പം സിവിൽ സർവീസ് ആയിരിക്കും എന്ന് എനിക്കൊരു ടീച്ചർ എന്നോട് പറഞ്ഞു തന്നു. ഇങ്ങനെ ആയിരിക്കും, അപ്പൊ നീ അത് ശ്രമിച്ചു നോക്ക്. അപ്പൊ അത് ശ്രമിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് ആ സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പണ്ടും എൻ്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു ജോലി ചെയ്തത്. അപ്പൊ എന്നെ പറ്റി മുൻപ് വായിച്ചതുപോലെ ഞാൻ ഇടുക്കിയിൽ എൻ്റെ സ്വദേശമാണെങ്കിലും ഞാൻ പഠിച്ചത് കേരളത്തിന് പുറത്താണ് കൂടുതലും പഠിച്ചിട്ടുള്ളത്. കാരണം അച്ഛന് ജോലിയായിരുന്നു. അപ്പം എല്ലാ 3-4 വർഷം കൂടുമ്പോഴും അവർക്ക് ട്രാൻസ്ഫർ കിട്ടും. അക്രോസ് ഇന്ത്യ ഏത് സംസ്ഥാനം കിട്ടിയാലും പോകണം. അപ്പൊ അങ്ങനെ ഞാൻ കുറെ നാളൊക്കെ പുറത്താണ് പഠിച്ചത്. അപ്പൊ അതിന്റെ ഒരു കുറച്ച് എക്സ്പോഷർ ഉണ്ട്. പിന്നെ യൂണിഫോം ഇട്ട് ജോലി വേണം എന്ന് എനിക്ക് അങ്ങനെ അച്ഛനെ കണ്ടിട്ട് ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഞാൻ പോലീസ് സർവീസ് എടുക്കാൻ ഒരു കാരണം തന്നെ. പിന്നെ ഇതത്ര പാടാണെന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല, അതുകൊണ്ട് എടുത്തതാണ്. സാധാരണ എല്ലാവരും പെൺകുട്ടികൾ പ്രത്യേകിച്ചും ഒരു IAS അല്ലെങ്കിൽ IRS ആണ് എടുക്കുക. IRS എന്ന് പറഞ്ഞാൽ റവന്യൂ സർവീസ് എന്നാണ്. ഇൻകം ടാക്സ് റെയ്ഡ് ഒക്കെ കാണത്തില്ലേ സിനിമയില്, അപ്പൊ അവരാണ് IRS ഓഫീസേഴ്സ്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്ത് തന്നെ എടുത്താലും നന്നായി പഠിക്കുക. പിന്നെ ഞാൻ ഇപ്പം അധികം പറയുന്നേക്കാളും നല്ലത് ഒരു വീഡിയോ കാണിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതെന്റെ ട്രെയിനിങ് അക്കാഡമിയുടെ
വീഡിയോ ആണ്. ഞാൻ നമ്മുടെ ട്രെയിനിങ് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മൊത്തം IPS ഓഫീസേഴ്സും ട്രെയിൻ ആകുന്ന സ്ഥലമാണ് നാഷണൽ പോലീസ് അക്കാഡമി ഹൈദരാബാദ്. അപ്പൊ നമ്മുടെ 2 വർഷത്തെ ട്രെയിനിങ് ആണ്. അപ്പൊ ആ 2 വർഷം നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ ആണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ച് നിങ്ങളെല്ലാവരും പെൺകുട്ടികളാണ്. അപ്പൊ നമ്മളെല്ലാം ഒരു ഈസി വേ എടുക്കാനാണ് നമുക്കെല്ലാം താല്പര്യം. 9 മണിക്ക് ജോലിക്ക് പോവുക, 4 മണി അല്ലെങ്കിൽ 3 മണിക്ക് തിരിച്ചു വരിക, ബാക്കി കാര്യങ്ങൾ വീട്ടിലെ നോക്കുക. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. ഇതിന്റെ അകത്ത് ആൺ പെൺ ഭേദമില്ല. നമുക്ക് ആ കോഴ്സിന്റെ ഡിസൈൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോ ഇവിടെ ആണ്. ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. നിങ്ങൾക്ക് സാധാരണ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കുറവാണ്, പേരൻസിനും അത്രയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് ചുമ്മാ മൊബൈലിലും എന്തും ഓൺലൈനായിട്ടും എല്ലാം പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ അടിസ്ഥാന സൗകര്യം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ISRO വരെയോ NASA വരെയോ, ഇനി അതിന്റെ പുറത്ത് മാർസിലും ഒക്കെ പോകുന്നുണ്ട് ആൾക്കാർ ഇപ്പോൾ, അപ്പൊ അവിടെ വരെയും എത്താം. ആ ഒരു വിശ്വാസം കൊണ്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങാൻ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ജീവിതമാണ്. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? വേറെ ഒരു ലോകം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ മാത്രമാണ് കേട്ടോ. जैसी हिम्मत है लोहे सा जज्बा अपना, आंखों में लिए चलते हैं हम लौह पुरुष का सपना। ओ लोहे जैसी हिम्मत है लोहे सा जज्बा अपना, आंखों में लिए चलते हैं हम लौह पुरुष का सपना। हम चलते हाथ लिए अमन प्रेम की रोशनी, देश की दिल देश की जान इस देश के ही है हम। सरदार वल्लभ भाई पटेल राष्ट्रीय पुलिस अकादमी, ये देश मेरा मैं देश का। सरदार वल्लभ भाई पटेल राष्ट्रीय पुलिस अकादमी, ये देश मेरा मैं देश का। പോലത്തെ സംഭവമാണ്. എല്ലാ ദിവസവും തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് നമ്മൾ പാടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഇതും പ്ലേ ചെയ്യും, നമ്മുടെ ഒപ്പം പാടണം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട തലമുറ സ്റ്റീൽ നെർവ്സ് ഉള്ളവരായിരിക്കണം. നമ്മൾ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും വന്നവരാണ്. അപ്പൊ നമ്മള് ഒത്തൊരുമിച്ച് ഈ രാജ്യത്തിനെ മുന്നോട്ട് നീക്കാനായിട്ട് പ്രവർത്തിക്കണം. അതാണ് ആ പാട്ടിന്റെ അർത്ഥം. ഹിന്ദി ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണില്ല, അപ്പൊ അതിനു വേണ്ടി ഞാൻ പറഞ്ഞതാണ്.
അപ്പൊ ഞാൻ ഇപ്പൊ കാണിച്ച ഒരു ലോകം എനിക്ക് കിട്ടിയത് അത്ര എളുപ്പമായിരുന്നില്ല. എന്റെ 4ാമത്തെ അറ്റംപ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എന്റെ ജോലി രാജിവെച്ചിട്ടാണ് കൊടുത്തത്. അപ്പൊ ആ ജോലി രാജിവെച്ചതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ ജോലി രാജിവെച്ചത് 26ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഇതൊന്നും ഞാൻ എന്നെ പുകഴ്ത്തി പറയാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഇന്റർവ്യൂസിലും എല്ലാവരും ജനിച്ച് വീഴപ്പം മുതലേ സിവിൽ സർവന്റ് ആവാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ വീഡിയോസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം അതിലും വ്യത്യസ്തമാണ് എന്റെ ജീവിതം. അപ്പൊ നിങ്ങൾക്കൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് എന്റെ ജീവിതമായതുകൊണ്ട് ഞാൻ ഇത് കാണിക്കുന്നത്. ഇപ്പൊ വേറെ സയന്റിസ്റ്റോ ഡോക്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യാം. അതിലൊക്കെ നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പരിശ്രമിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ പോയി. സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പഠിച്ചിട്ടാണ് പോയത്, അത് കിട്ടിയില്ല. തേർഡ് അറ്റംപ്റ്റിൽ എനിക്ക് ഇന്റർവ്യൂ വരെ പോകാൻ പറ്റി, പക്ഷെ കട്ട് ഓഫ് കുറവായതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നില്ല. ഫോർത്ത് അറ്റംപ്റ്റിലാണ് എനിക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതും ഇത്ര റാങ്ക് വന്നതും. പക്ഷെ ആ അറ്റംപ്റ്റിൽ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സെലക്ട് ആവും എന്നുള്ളത്. പക്ഷെ എത്ര റാങ്ക് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു 50 റാങ്കിന് ഉള്ളിൽ വരണം. കാരണം ഈ റാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സർവീസ് കിട്ടും, ഏത് നാട് കിട്ടും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പം എന്റെ റാങ്ക് വല്ല 500 ആണെങ്കിൽ ഞാൻ വല്ല ബീഹാറിലും കിടക്കേണ്ടി വന്നേനെ. അപ്പൊ ഇവിടെ 2 വേക്കൻസി ഉണ്ടായിരുന്നു. റാങ്കും ഹൈ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് നാട്ടില് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നും എളുപ്പമല്ല. ഈ 4 വർഷത്തെ പ്രിപ്പറേഷന്റെ ഇടയ്ക്ക് അമ്മയും അച്ഛനോടും ഇവിടെ പേരൻസും കൂടെ ഉള്ളത് കൊണ്ട് പറയാണ്, എന്റെ അമ്മയോടും അച്ഛനോടും ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് മകൾ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ എന്നൊക്കെയാണ്. കാരണം ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയിലാണ്. ഞാൻ വീട്ടിലോട്ട് അങ്ങനെ വരവൊക്കെ കുറവായിരുന്നു. കാരണം നമുക്ക് പഠിക്കാനുണ്ടല്ലോ. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാര് കല്യാണം ആയില്ലേ മറ്റേതില്ലേ എന്നൊക്കെ ചോദിച്ചു തുടങ്ങും. അപ്പൊ അമ്മേനെയും അച്ഛനെയും വിഷമിക്കണ്ടല്ലോ എന്നോർത്തും നാട്ടുകാരുടെ വായ അടപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പുറത്ത് നിന്ന് പഠിച്ചത് തന്നെ. അപ്പം പേരൻസും കുറച്ച് കുട്ടികൾക്ക് വേണ്ടി, എല്ലാവരും എന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് പിള്ളേരെങ്കിലും ഉയരണം, എനിക്ക് ഇതാകണം എന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് തറപ്പിച്ച് പറയുവാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും കുറച്ചൊക്കെ ഒന്ന് പരിഗണിക്കണം. കല്യാണം കഴിപ്പിച്ച് വിടാനായിട്ട് ടൺ കണക്കിന് സ്വർണം ഉണ്ടാക്കിയിട്ടും നമ്മള് ഈ വിദ്യാഭ്യാസത്തിന് സ്പെൻഡ് ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ അവർക്ക് സമയം കൊടുക്കാതിരിക്കുന്നതിൽ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ എന്റെ പരീക്ഷ ക്ലിയർ ചെയ്തത് 31ാമത്തെ വയസ്സിലാണ്. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളുമായി. ചിലവര് കാനഡയിലാണ്, അമേരിക്കയിലാണ്. അവരൊക്കെ അവരവരുടെ ജീവിതത്തിൽ സെറ്റിൽഡ് ആണ്. പക്ഷെ എന്റെ അമ്മയ്ക്കും അച്ഛനും കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ബഹുമതിയും കൂടിയാണ് ഞാനിത് ക്ലിയർ ചെയ്തത്. കാരണം എന്റെ നാട് മൊത്തം അവരെയാണ് ആദരിച്ചത്. ഞാൻ പലപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഫങ്ഷൻസിനൊക്കെ അവരെയാണ് വിളിക്കുന്നത്. ഞാനിവിടെയാണല്ലോ, എനിക്ക് എപ്പോഴും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് കുട്ടികളായ നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരു ദൃഢസങ്കല്പം വേണം. എന്നെങ്കിലും, ഇപ്പോഴല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴേ നിങ്ങൾ IPS ആവും, IAS ആവും, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവും എന്നൊന്നും ചിലപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അതിൽ ഒരുപാട് നിങ്ങൾ പരാജയപ്പെടും. എന്നാലും മുന്നോട്ട് പോകണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.